നിലവറ വിളക്ക് എവിടെയാ? അത് കാണുന്നില്ലല്ലോ. നിലവറ വിളക്ക് എവിടെയായാലും എനിക്കൊന്നുമില്ല. എനിക്ക് വേണ്ടത് ആ ഉടവാള. അത് കിട്ടിയാലേ ഇവളെയും കൊന്നിട്ട് ഞാനങ്ങ് സ്ഥലം വിടും. മൈഥിലി, ദേ അവിടെയാ നിലവറ വിളക്ക്. ഈശ്വര, അയ്യോ പാമ്പ്. അയ്യോ, ഭഗവാനെ, ഇനി വിളക്ക് കൊളുത്തുന്ന കക്ഷിയുടെ ജീവനാണോ ഉഗ്രമൂർത്തിക്ക് വേണ്ടത്? ഭസ്മാങ്കരായ നമ, മഹേശ്വരായ നമ, നീലകണ്ഠായ നമ. അവിടെ നിന്നവരെ കാത്തോളണേ, അവിടെ നിന്നവരെ രക്ഷിക്കണേ ഭഗവാനെ. എന്ത് ചെയ്യും? ആ കരുനാഗം മാറാതെ നിലവറ ദീപം തെളിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയാ അതിനൊന്ന് മാറ്റുന്നത്? ഇവരാ കരുനാഗത്തിന്റെ കടിയേറ്റ് ചാവണം. ഒരു തന്ത്രം പ്രയോഗിക്കാം. ഇത് ചെമ്പകമംഗലത്ത് നിലവറയ്ക്ക് കാവലിരിക്കുന്ന കരുനാഗമല്ലേ ദേവമേ? സർപ്പദൈവം. ദേവമ ചെമ്പകമംഗലത്തെ തറവാട്ടമ്മയല്ലേ? സർപ്പം ദേവമേ ഒന്നും ചെയ്യില്ല. ദേവമ ധൈര്യത്തോടെ ചെന്ന് വിളക്ക് വെക്ക്. നിന്റെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. ഏതായാലും അങ്ങനെ മരിക്കാൻ തൽക്കാലം ഞാൻ തയ്യാറല്ല. അതൊന്നും മാറുന്നില്ലല്ലോ. പൊന്നമ്പലമേട്ടിലെ ദീപം തെളിയുമ്പോ ചെമ്പകമംഗലത്ത് നിലവറ വിളക്ക് തെളിഞ്ഞില്ലെങ്കിൽ അത് വലിയ ആപത്താണല്ലോ എന്റെ ഭഗവാനെ. ഏതായാലും വാളെടുപ്പ് നടക്കില്ല. അതിനകത്ത് എവിടെയാണെന്ന് കാണുന്നുമില്ല. പക്ഷേ എന്റെ ഒരു പ്ലാൻ ഇപ്പൊ നടപ്പാക്കാം. ഇവര് കരുനാഗത്തിന്റെ കടിയേറ്റ് ചാകട്ടെ. മൈഥിലി, ദൈവമേ, അവളെ ചതിച്ചല്ലോ. മൈഥിലി, മൈഥിലി. അയ്യോ, എന്റെ ധർമ്മശാസ്താവേ, ഇങ്ങനെയാണോ എന്റെ അവസാനം? നിലവറ ദീപം കത്തിക്കാൻ പോയ കുടുംബ വിളക്ക് കെട്ടു. അയ്യോ, എന്തു പറ്റി തിരുമേനി? തിരുമേനി, തിരുമേനി എഴുന്നേൽക്ക്. അയ്യോ ഭഗവാനെ, ദേ ഒന്ന് എഴുന്നേറ്റ് തിരുമേനി. ഭഗവാനെ, തിരുമേനി ഒന്ന് എഴുന്നേക്കുന്നില്ലല്ലോ. തിരുമേനി, വിലാസിനി, വിലാസിനി, കുടിക്കാൻ കുറച്ച് വെള്ളം ഇങ്ങെടുത്തേ. എഴുന്നേക്ക് തിരുമേനി. തിരുമേനി എഴുന്നേക്ക്, എഴുന്നേക്ക് തിരുമേനി. എന്തായി പറ്റിയത്? എന്തു പറ്റി? വെള്ളം ഇങ്ങ് തരിക.
തിരുമേനി കുടിക്ക. കിടന്നോട്ടെ. എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ചെമ്പകമംഗലത്തെത്തണം. ചെമ്പകമംഗലം തറവാടിന് ഇത്രയും വലിയ ഹിസ്റ്ററിയും ഹെറിറ്റേജും ഒക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ചെമ്പകമംഗലം ഒരു അമ്പലമാക്കിയാൽ മതിയായിരുന്നു. വീടായത് ഒട്ടും ശരിയായില്ല. കളിയാക്കിയൊന്നും വേണ്ടടി. ചെമ്പകമംഗലത്തിന്റെ പാരമ്പര്യം അറിഞ്ഞ് പലർക്കും അസൂയുണ്ട്. നിനക്കും അതുണ്ടായത് വെറും സ്വാഭാവികം. അയ്യോ അമ്മേ, ഞാൻ അസൂയ കൊണ്ടൊന്നും പറഞ്ഞല്ല. ഓ, ഇതിനകത്തുള്ള ആളുകളെ മാറ്റിക്കഴിഞ്ഞാ ഇതൊരു അമ്പലമായി മാറും. ഓ, വന്ന് വന്ന് മകരവിളക്ക് ഇതിനകത്തുണ്ടായി. തറവാടിന് ഐശ്വര്യവും പ്രതാപവും ഒക്കെ കൂടുന്നത് തെറ്റാണോ? ആണോടി? ഇതൊക്കെ കുടുംബാവകാശമായിട്ട് കിട്ടിയതാ, നല്ലത് ചെയ്തതുകൊണ്ട്. നന്മ ചെയ്യുന്നവരെയാ ദൈവം അനുഗ്രഹിക്കുന്നത്. കിഴക്ക് മകരജ്യോതി തെളിയുമ്പോ ഇവിടെ വിളക്ക് കൊളുത്തിയില്ലായിരുന്നെങ്കിൽ ആപത്താവുമായിരുന്നു, അല്ലേ മുത്തശ്ശി? പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുമ്പോ എല്ലാ വീടുകളിലെയും പൂമുഖങ്ങളിലും വിളക്ക് തെളിയും. പക്ഷേ ചെമ്പകമംഗലത്ത് അതല്ല. ഉടവാളിരിക്കുന്ന നിലവറയില് ദീപം തെളിയണം. അത് ചെയ്തില്ലെങ്കിൽ തറവാട് മൊത്തം നശിക്കും. ആ ദേ വന്നല്ലോ മാളികപ്പുറത്തെ മൈഥിലി. നിനക്കെന്താടി, തണുക്കുന്നുണ്ടോ? വല്ലാതെ വിറയ്ക്കുന്നു. കൃത്യസമയത്ത് തന്നെ നിലവറയില് ദീപം തെളിഞ്ഞു. ഹ, ഇതൊക്കെ നീ പറഞ്ഞിട്ട് വേണോ ഞങ്ങൾ അറിയാൻ? ഞങ്ങൾ ഇതെപ്പോഴേ അറിഞ്ഞു. നിങ്ങൾ അറിഞ്ഞെന്നോ? ആര് പറഞ്ഞറിഞ്ഞു? ആര് പറയണം? പറഞ്ഞ ആള് ഇവിടെ തന്നെയുണ്ട്. ദേ അയ്യോ, ഇതെന്തു പറ്റി? മൈഥിലി, അയ്യോ, അമ്മേ മൈഥിലി, ഇതെന്താ പറ്റിയേ? ഭഗവാനെ കാത്തോളണേ. അവിടുന്ന് ഈ രാത്രി തന്നെ പോണോ? പോയേ പറ്റു ശ്രീദേവി. ഐശ്വര്യസമ്പന്നമായ ഒരു തറവാട് നാശത്തിലേക്ക് പതിക്കുന്നത് നോക്കി നിന്ന് കാണാനാവില്ല. അല്ലെങ്കിൽ മന്ത്രവിദ്യ പഠിക്കരുതായിരുന്നു. ചെമ്പകമംഗലത്ത് സടകുടഞ്ഞുണരുന്ന ഉഗ്രമൂർത്തി ഏത് രൂപവും എടുക്കും. നോക്ക്, ഇന്ന് ചെമ്പകമംഗലത്തെ നിലവറയിൽ ദീപം തെളിഞ്ഞില്ല എങ്കിൽ ആ തറവാടിന്റെ അടിവേരിളകും. ഒരു വൻമരം കാറ്റിൽ കടപുഴകി വീഴും പോലെ ചെമ്പകമംഗലം തകർന്നടിയും. അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. എന്റെ ദൈവമേ, എന്റെ തിരുമേനെ കാത്തു രക്ഷിക്കണേ ഭഗവാനെ. ഇവൾക്ക് എന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന് അറിയില്ല വലിയേട്ടാ. വെട്ടിയിട്ട ഏത്തവാഴ പോലെ പൊത്തോന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു തള്ളി വീഴായിരുന്നു. ആ വീഴ്ച ഒരു ഇരിപ്പതാ. ഭാവിയിൽ ക്ഷയരോഗത്തിന് വരെ സാധ്യതയുണ്ട്. ചോര തുപ്പി ചാകാതിരുന്നാ മതി. എനിക്ക് തോന്നിയത് ഇതൊക്കെ ഇവളുടെ കള്ളക്കളിയാണെന്ന്. അത് ശരിയായിരിക്കും.
കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കൊലുകൊരു ഇവളാ. പക്ഷേ ആ വീഴ്ച ഒറിജിനലായിരുന്നു. ദേ അത് കറക്റ്റ്. ബോധമുള്ളവര് ബോധം കെട്ട് വീണ പോലെ അവള് വീണത്. ഇവളുടെ നെറ്റി മുഖമൊക്കെ വീർക്കുന്നുണ്ട്. മീനാക്ഷി, ആ ഫാനൊന്ന് സ്പീഡാക്ക്. കാർത്തി, എന്താ മുത്തശ്ശി? നമുക്കൊരു ഡോക്ടറെ വിളിച്ചാലോ? മാലതി, വല്യേട്ടാ ഇവളുടെ മുഖത്തേക്ക് കുറച്ച് വെള്ളം തെളിച്ചു കൊടുക്കും. അതല്ലേ പ്രാഥമിക ചികിത്സ. ഒരു റൗണ്ട് തളിച്ചതാ വല്യേട്ടാ. ആ, ഒരു റൗണ്ട് കൂടെ തളിക്കേ. മൈഥിലി, മൈഥിലി, കണ്ണു തുറക്കും മൈഥിലി. മൈഥിലി, എടി മൈഥിലി, എടി മൈഥിലി, മൈഥിലി. ഡി, മറ്റുള്ളവരെ ഇട്ട് വട്ടം ചുറ്റിക്കാതെ കണ്ണ് തുറക്കടി. ഒന്നും കൂടി തളിക്ക്. ഓ, ഇതെന്താ ഇവളെ കുളിപ്പിക്കാണോ? ഇവൾ ഉണർന്നു പോയാൽ ഇതൊന്നും പറ്റില്ലല്ലോ. മൈഥിലി, മൈഥിലി, മൈഥിലി. ഡേ കാർത്തി, എന്റെ കാർത്തി. അയ്യടാ, അയ്യോ എന്നെ കൊല്ലാൻ വരുന്നേ. അയ്യോ പിന്നെയും കാറ്റ് പോയോ? അയ്യോ ചുഴല് വല്ലതും ആണോ ഇത്? ശോ, ഇതൊരു ശല്യമായല്ലോ. ജേട്ടാ, ഇവൾക്ക് വട്ടാ ജേട്ടാ. എല്ലാവരും അടുത്തുനിന്നാ അത് കൂടും. വാ, നമുക്ക് പോവാം. വാ ജേട്ടാ, നമുക്ക് പോവാന്നേ. മൈഥിലി, എടി മൈഥിലി. ഇവക്കിതെന്താ? അയ്യോ, എന്റെ മരണം എന്തായാലും നിലവറ അടച്ചതോടെ ഉറപ്പായി. പക്ഷേ മകരവിളക്ക് സമയത്ത് ഈ വിളക്ക് തെളിയിച്ചില്ലെങ്കിൽ ചെമ്പകമംഗലത്തുള്ള എല്ലാവർക്കും ആപത്താ. സർവേശ്വരന്മാരെ, എന്റെ പരദൈവങ്ങളെ, മഹാദേവ, ധർമ്മശാസ്താവേ, ഈ വിളക്ക് തെളിയിക്കാൻ അടിയാനെ അനുഗ്രഹിക്കണേ. അല്ല ദേവി, ആ മൈഥിലിക്ക് സാരമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്റെ ചേട്ടാ, അവൾക്കൊന്നും പറ്റിയിട്ടില്ല ചേട്ടാ. അവള് വെറും തട്ടിപ്പാ. അവിടെ നിന്ന് നമ്മുടെ വിലയേറിയ സമയം എന്തിനാ നഷ്ടപ്പെടുത്തുന്ന? എന്റെ ദേവിയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ ചേട്ടാ? അല്ല, എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. എന്റെ ദേവിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുമോ? ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ദേവി ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടല്ലേ? അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചു പോയതാ.
സംസാരിക്കാനല്ല ഞാൻ വന്നത്. നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നിന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനാ. ഞാൻ ആരാണെന്ന് നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എനിക്കിവിടെ ചിലരെ കൊല്ലണം. ആദ്യം നിന്നെ. മകരവിളക്കിന്റെ നിലാവിൽ ദീപം തെളിഞ്ഞുകൊണ്ടായിരിക്കാം നന്ദിനിയുടെ മുഖത്തും എന്തെന്നില്ലാത്തൊരു പ്രകാശം. യുവർ ഫേസ് ലൈറ്റ്സ് ലൈക്ക് എ ലാമ്പ്. ഓ, ഈ ജേട്ടന്റെ ഒരു തമാശ. ഏയ്, ഞാൻ തമാശ പറഞ്ഞതല്ല ദേവി, പറഞ്ഞത് സത്യവാ. ഇത്രയും സന്തോഷവതിയായിട്ട് ഞാൻ എൻ്റെ ദേവി ഇന്നുവരെ കണ്ടിട്ടില്ല. എന്താണാവോ ഇന്നിങ്ങനെ? എനിക്കെന്തോ ഇന്ന് വല്ലാത്ത സന്തോഷം തോന്നുന്നു ചേട്ടാ. അതെന്താന്നറിയില്ല. നിന്നെ കൊല്ലാനുള്ള സന്തോഷമാണ് എനിക്ക്. നിന്റെ ചോര എനിക്ക് കാണണം. ഇങ്ങനെ വേണം. ദേവി ഒത്തിരിയേറെ കരഞ്ഞതല്ലേ, ഇനി എന്നും ഇതുപോലെ ചിരിക്കണം ഈ ജീവിതകാലം മുഴുവനും. ജേട്ടനും ഒത്തിരി കരഞ്ഞതാ. പലതും അനുഭവിച്ചു, ഒത്തിരി വേദനിച്ചു. ഇനി വേദനിക്കാൻ പാടില്ല, തോൽക്കാനും പാടില്ല. തോറ്റതല്ല, തോറ്റു കൊടുത്തതാ ദേവി. തോറ്റത് ജയിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല, ചതിക്കാനാവാത്തതുകൊണ്ടാ. ഇനി എന്തായാലും ഞാൻ തോൽക്കില്ല. നീ എന്റെ ശത്രുവിന്റെ ഭസ്മം തൊട്ടിരിക്കുന്നു. ചുടലയ്ക്ക് കാവലിരിക്കുന്നവളാണ് ഞാൻ. എന്റെ മുൻപിൽ നീ എന്റെ ശത്രു മെയ്യാസകലം വാരിപ്പോച്ചുന്ന ഭസ്മം തൊട്ട് നിൽക്കുന്നു. തൽക്കാലം നിന്നെ ഞാൻ വിടുന്നു. ദേവി പോവാണോ? എന്തായത്? എനിക്ക് തോന്നിയതാണോ? ഇനി മഹാദേവൻ ശരണം. ഭഗവാനല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. മനുഷ്യന് പലതും ചിന്തിക്കാൻ പറ്റും, പക്ഷെ ചിലതൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ.
നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. എന്തായാലും ഈ മകരസന്ധ്യ നമ്മളെ കാത്തു രക്ഷിച്ചു. ചെമ്പകമംഗലത്തെ എല്ലാ ശാപങ്ങളും ഒഴിഞ്ഞു പോയല്ലോ. അങ്ങനെ ഒഴിഞ്ഞു പോയിന്ന് തീർത്തും പറയാൻ വരട്ടെ. ശാപങ്ങളെ ഒഴിഞ്ഞു പോയിട്ടുള്ളൂ. ബാധകൾ ഇനിയും ചെമ്പകമംഗലം വിട്ടിട്ടില്ല. ബാധയോ? അതേത് ബാധ? ഒരു ഒഴിയാ ബാധ. ആ ബാധ ബോധമില്ലാതെ അവിടെ കിടക്കല്ലേ. ഓ, ആ ബാധ, മൈഥിലി ബാധ. അതും സാവകാശം ഒഴിഞ്ഞു പൊയ്ക്കോളും. അല്ല, അവൾക്ക് എന്താ പറ്റിയത്? ആരെങ്കിലും അവളുടെ തലക്കിട്ട് വീക്കിയോ? ഏയ്, ഇതൊന്നും അല്ലെന്നേ. ഇതേതോ ഒരു കാര്യസാധ്യത്തിനുള്ള അവളുടെ അടവായിരിക്കും. അടവോ? അതെ,